ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ പരന്ന സുഗന്ധം എന്ന നോവലാണ്. നോവലിൻ്റെ 22ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ. സേതുവിനെ റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇവിടെ വീട്ടിലേക്ക് പോകാം. നേരം വെളുത്തിട്ട് തിരുവനന്തപുരത്തിന് പോയാൽ മതി, ഗോപികൃഷ്ണൻ പറഞ്ഞു. വേണ്ട ഗോപി, ഡ്രൈവർ ഉണ്ടല്ലോ, ഇപ്പോൾ തന്നെ പോകുന്നതാണ് എനിക്ക് സൗകര്യം. അപ്പോൾ തന്നെ സേതുമാധവൻ തിരുവനന്തപുരത്തിന് തിരിച്ചുപോയി. പിറ്റേന്ന് വൈകുന്നേരം ഗോപികൃഷ്ണൻ അയാളെ വിളിച്ചു. തനിക്കിത് വേറെ പ്രോഗ്രാമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഫ്ലാറ്റിലേക്ക് വരാം, നമുക്കൊന്ന് കൂടണം. ഗോപി വരൂ. സന്ധ്യയ്ക്ക് മുമ്പ് ഗോപികൃഷ്ണൻ എത്തി. ബാഗുമായിട്ടാണ് കാറിൽ നിന്ന് ഇറങ്ങിയത്. ഫ്രിഡ്ജിൽ ഐസ് കാണുമല്ലോ അല്ലേ? അയാളുടെ ചോദ്യം കേട്ടപ്പോഴേ സേതുമാധവന് കാര്യം മനസ്സിലായി. ഉണ്ട്. കുളി കഴിഞ്ഞ് വേഷം മാറി വന്ന് രണ്ടുപേരും ലിവിങ് ഏരിയയിലെ സോഫകളിലിരുന്നു. ഗോപികൃഷ്ണൻ കൊണ്ടുവന്ന സ്കോച്ച് വിസ്കി 2 ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചിട്ട് അതിൽ ഐസ് കട്ടകൾ എടുത്തിട്ടു. 10-20 വർഷത്തിലേറെയായി മനസ്സിലിരുന്ന് വിങ്ങുന്ന ഒരു വേദനയുണ്ട് സേതു എനിക്ക്. വേറെ ആരോടും പറയാത്ത ഒരു സത്യം. 2ാമത്തെ ലാർജ് കഴിഞ്ഞപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞു. സേതുമാധവൻ ചോദ്യഭാവത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി. അധ്യായം 11. സ്വന്തം ഗ്ലാസ് ഒഴിഞ്ഞപ്പോൾ ഗോപികൃഷ്ണൻ വിസ്കി കുപ്പി എടുത്തു. അതിലേക്ക് 3ാമത്തെ ലാർജ് ഒഴിച്ചു. അപ്പോഴും ആദ്യത്തേതുമായി ഇരിക്കുകയായിരുന്നു സേതുമാധവൻ. ആരോടും അതൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയും? പറയാൻ പറ്റില്ല. വിസ്കിയിലേക്ക് ഗോപികൃഷ്ണൻ ഐസ് കട്ടകൾ എടുത്തിട്ടു. മുകളിൽ സീലിംഗ് ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ടും അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. എന്താണ് ആ വേദനയെന്ന് സേതുമാധവൻ ചോദിച്ചില്ല. നിർബന്ധിച്ച് പറയിക്കേണ്ടതല്ല, സ്വാഭാവികമായി മനസ്സിൽ നിന്നും പുറത്തു വരേണ്ടതാണ്. ഒരു പെണ്ണിന് കൊടുത്ത വാക്ക് പാലിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. മനഃപൂർവ്വമായിരുന്നില്ല, ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചാണ്. അവളന്ന് എത്രമാത്രം വേദനിച്ചാണോ എന്ന് എനിക്കറിയാം. കാരണം അതേ വേദനയാണല്ലോ ഇപ്പോഴും ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ഗ്ലാസ് എടുത്ത് അല്പം കുടിച്ചു. സേതു കരുവാറ്റയിലുള്ള എൻ്റെ തറവാട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ. നമുക്കൊരു ദിവസം പോകണം. ഒരു അനുരാഗ നാടകത്തിൻ്റെ വേദിയായിരുന്നു ആ വീട്. മറ്റൊരു വേദിയായിരുന്നു അയൽവീട്. അതിന്നില്ല. അതെന്നോ പൊളിച്ചു മാറ്റി. പരാജയപ്പെട്ട ഒരു പ്രണയകഥയിലെ നായകനാണ് തൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് സേതുമാധവന് പെട്ടെന്ന് മനസ്സിലായി. വില്ലനായ നായകൻ തന്നെ അവനെ ഗോപികൃഷ്ണൻ എന്ന് പ്രാർത്ഥിക്കാനായിരുന്നു സേതുമാധവന് ഇഷ്ടം. നാട്ടിലെ ഭേദപ്പെട്ട ഒരു ജമ്മി കുടുംബമായിരുന്നു ഞങ്ങളുടേത്. വീട്ടിലെ പലതരം ജോലികൾ ചെയ്യാൻ ആശ്രിതർ പലരും ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചു. പിന്നെ കുടുംബത്തിൻ്റെ ഭരണം അമ്മയുടെ ചുമലിലായി. സഹായത്തിന് വലിയമ്മാവൻ, നാട്ടുപ്രമാണിയും പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഗോപികൃഷ്ണൻ പറയുന്നത് കേട്ട് സേതുമാധവൻ നിശബ്ദനായിരുന്നതേയുള്ളൂ. ഡിഗ്രിക്ക് ഞാൻ ആലപ്പുഴ SD കോളേജിലാണ് പഠിച്ചത്. ഞാൻ അവസാന വർഷമായപ്പോൾ തൊട്ടടുത്ത വീട്ടിലൊരു പെൺകുട്ടി അതേ കോളേജിൽ PDഗ്രിക്ക് ചേർന്നു. PDഗ്രി അവസാന ബാച്ചായിരുന്നു അവളുടേത്. ഞങ്ങൾ ഒന്നിച്ചാണ് കരുവാറ്റയിൽ നിന്നും ബസ്സിൽ കോളേജിൽ പോയതും തിരിച്ചു വന്നതുമൊക്കെ. ഗോപികൃഷ്ണൻ മുഖമുയർത്തി സേതുമാധവനെ നിന്ന് നോക്കി. അടുത്ത വീട്ടിലെ പെൺകുട്ടിയെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിലേറെ അടുപ്പമുണ്ടായിരുന്നു ഞങ്ങളുടെ വീടുകൾ തമ്മിൽ. അവളുടെ അമ്മ ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. അവളുടെ ചെറിയ ഓടിട്ട വീടിന് ഞങ്ങളുടെ തറവാട് വീടിനും ഇടയിൽ ഒരു വേലിയുണ്ടായിരുന്നെങ്കിലും ഇടയ്ക്കുള്ള വാതിലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? സേതുമാധവൻ ചോദിച്ചു. അവൾക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബന്ധുവെന്ന് പറയാൻ അവൾക്കൊരു അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. ഗോപിയും ആ പെൺകുട്ടിയും തമ്മിൽ അടുത്തു അല്ലേ? അതെ, ഞങ്ങൾ കളിക്കൂട്ടുകാരായിരുന്നല്ലോ. അമ്മയോടൊപ്പം അവൾ സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിൽ വരുമായിരുന്നു. ഇപ്പോൾ തറവാട്ടിലുള്ള എൻ്റെ ചേച്ചി ഇന്ദിരയുടെ സഹായിയായിരുന്നു അവൾ. കൗമാരപ്രായത്തിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിലടുത്തു. പ്രണയമൊന്നും അധികാലം രഹസ്യമായി കൊണ്ടു നടക്കാനൊന്നും പറ്റില്ലല്ലോ. ശരിയാണ്, സ്വാഭാവികമായും വീട്ടിലാണ് ഇക്കാര്യം ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോഴേക്കും ഞാൻ BSc പാസ്സായി കഴിഞ്ഞിരുന്നു. അവളുടെ ഡിഗ്രിക്കും. വലിയ ഒച്ചപ്പാടോ ബഹളോ ഉണ്ടാക്കാതെ പ്രശ്നം പരിഹരിക്കാനാണ് അമ്മയും അമ്മാവന്മാരും ശ്രമിച്ചത്.
ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അവളോടോ എന്നോടോ ഒരക്ഷരം പോലും ചോദിച്ചില്ല, സംസാരിച്ചില്ല. അത് കാരണം ഗൂഢാലോചനയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞതുമില്ല. ഗോപികൃഷ്ണൻ ഗ്ലാസ്സിൽ നിന്നും അല്പം കൂടി കുടിച്ചു. കുഞ്ഞമ്മാവൻ എന്ന മലേഷ്യയിലാണ്, ഫാമിലിയായി ജീവിക്കുന്നു. എന്നെ മലേഷ്യയ്ക്ക് നാട് കടത്താനായിരുന്നു പ്ലാന്. എനിക്ക് അവിടേക്ക് പോകാൻ ഒരു വിരോധമില്ലായിരുന്നു. 1-2 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്ന് അവളെ കല്യാണം കഴിക്കാമല്ലോ. പാസ്പോർട്ട് കിട്ടി, വിസ വന്നു. അവൾ കരച്ചിലോട് കരച്ചിൽ. ഞാൻ അവളെ മറക്കുമെന്നും വേറെ കല്യാണം കഴിക്കുമെന്നും അവൾ ഭയന്നു. ഒരു ദിവസം ഒരു താലി വാങ്ങിക്കൊണ്ടുവന്നു ഞങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് ഭഗവാന്മാരുടെ ഫോട്ടോകളെ സാക്ഷിയാക്കി രഹസ്യമായിട്ട് ഞാൻ അവളുടെ കഴുത്തിലൊരു താലി കെട്ടി. പിന്നെ എന്താണ് സംഭവിച്ചത്? സേതുമാധവൻ ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. പിന്നെയും 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ മലേഷ്യയ്ക്ക് വിമാനം കയറിയത്. അവിടെ ചെന്നപ്പോൾ കുഞ്ഞമ്മാവൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഓഫീസിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. പക്ഷെ ഞാൻ അയച്ച കത്തുകൾക്കൊന്നും അവളുടെ മറുപടി കിട്ടിയില്ല. എന്താണ് കാരണമെന്ന് എനിക്ക് മനസ്സിലായില്ല. വേറെ നിവൃത്തിയില്ലാതെ ഞാൻ ചേച്ചിക്ക് കത്തെഴുതി ചോദിച്ചു. അവർ വീടും സ്ഥലം വിറ്റ് എവിടേക്കോ പോയി എന്നാണ് ചേച്ചി പറഞ്ഞത്. എനിക്ക് വിശ്വാസം വന്നില്ല. നാട്ടുകാരെ ഒരു കൂട്ടുകാരന് കത്തെഴുതി ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ശരിയായിരുന്നെന്ന് മനസ്സിലായി. എന്നാണ് പിന്നെ ഗോപി നാട്ടിലേക്ക് തിരിച്ചു വന്നത്? സേതുമാധവൻ ചോദിച്ചു. 3 വർഷം കഴിഞ്ഞ്. നാട്ടിൽ വന്ന് അന്വേഷിച്ചെങ്കിലും എനിക്ക് അവളെക്കുറിച്ച് ഒരു വിവരം കിട്ടിയതുമില്ല. എന്തായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്? സുശീലാദേവി. ഞാൻ ദേവി എന്നാണ് അവളെ വിളിച്ചിരുന്നത്. അല്പനേരത്തേക്ക് ഗോപികൃഷ്ണൻ ഒന്നും മിണ്ടാതെയിരുന്നു. അയാൾ ഓർമ്മകളിൽ അലയുകയാണെന്ന് സേതുമാധവന് മനസ്സിലായി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 2 ദിവസം മുമ്പ് വീട്ടിൽ ചെന്നപ്പോൾ ദേവിയെക്കുറിച്ച് ചിലത് അറിയാൻ കഴിഞ്ഞു. പെട്ടെന്ന് അയാൾ പറഞ്ഞു, എന്താണ്? അവളെ വിവാഹം ചെയ്തു കൊണ്ടുപോയത് പാലക്കാട്ടാണ്. ഒരു മോനുണ്ട്. എങ്ങനെ അറിഞ്ഞു ഗോപി കാര്യം? ലളിതയാണ് പറഞ്ഞത്. കുറേ നാൾ മുമ്പ് ദേവിയെ അവൾ അമ്പലത്തിൽ വെച്ച് യാദൃശ്ചികമായി കണ്ടു. ലളിതയിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ അയാൾ സേതുമാധവനോട് പറഞ്ഞു. വിഷമിക്കണ്ട, ഗോപിയുടെ ദേവിക്ക് ഒരു കുടുംബജീവിതം കിട്ടിയല്ലോ. എല്ലാ പ്രേമബന്ധങ്ങളും സഫലമാണെന്നില്ല. ജീവിതം അങ്ങനെയാണ്. പക്ഷെ അവളോട് ഞാൻ ചെയ്ത തെറ്റ്, ആ ഒരു ഫീലിംഗ് എനിക്കുണ്ട് സേതു. കാരണം അവൾക്കുള്ളതെല്ലാം എന്നെ വിശ്വസിച്ച് അവൾ സമർപ്പിച്ചിരുന്നു. വേദനയോടെ ഗോപികൃഷ്ണൻ ഒരു നിമിഷം കണ്ണുകളടച്ചിരുന്നു. ഇനി അതൊക്കെ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? സാരമില്ല, ഒരുപാട് സങ്കടങ്ങളും പ്രതിസന്ധികളും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. സേതുമാധവൻ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവൾക്ക് എങ്ങനെ എന്നെ മറക്കാൻ കഴിഞ്ഞു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനാ അവൾ നാട് വിട്ടു പോയത്? എൻ്റെ ഒരു കത്തിന് പോലും അവൾ മറുപടി വായിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷേ ആ കത്തുകളൊന്നും സുശീലയുടെ കയ്യിൽ എത്തിക്കാണുകയില്ലെങ്കിലോ? ഗോപികൃഷ്ണൻ അയാളെ തുറച്ചു നോക്കി. വീട്ടുജോലിക്കാരിയുടെ മകളെ ഗോപി വിവാഹം കഴിച്ചാൽ അത് മാനക്കേടാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ മലേഷ്യയിലേക്ക് കടത്തിയത്. സുശീലയ്ക്കുള്ള കത്തുകൾ അവൾക്ക് കിട്ടാതിരിക്കാനുള്ള ഏർപ്പാടുകളും ബന്ധപ്പെട്ടവർ ചെയ്തു കാണും. അതെ, അതും ഞാൻ സംശയിക്കാതിരുന്നില്ല. അവളൊരു സാധു പെണ്ണ്. ഞാനടക്കം എല്ലാവരും അവളെ ചതിക്കുകയായിരുന്നു. എന്നെങ്കിലും അവളെ ഒന്ന് കാണണമെന്നുണ്ട്. മാപ്പ് ചോദിക്കണം, അല്ലെങ്കിൽ ആ ദുഃഖം അവശേഷിച്ചുകൊണ്ട് മരിക്കേണ്ടി വരും എനിക്ക്. വിധിയുണ്ടെങ്കിൽ നിങ്ങളെ 2 പേരും ഒരിക്കൽ കൂടി വീണ്ടും കണ്ടുമുട്ടും. അങ്ങനെ വിശ്വസിക്കാം, സേതുമാധവൻ പറഞ്ഞു. ഒരു പാവം പെണ്ണിൻ്റെ ചതിച്ചതിൻ്റെ ഫലമാണ് എനിക്ക് ജീവിതത്തിലുടനീളം കിട്ടിയത്. സംതൃപ്തമായ ഒരു ദാമ്പത്യം എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിൽ മുൻപോട്ട് പോവുക. ഭക്ഷണം വരുത്തി കഴിച്ച് 2 പേരും ഉറങ്ങാൻ കിടന്നു. രാവിലെ സേതുമാധവനെ സൂരജ് വിളിച്ചു. അപ്പോഴും ഗോപികൃഷ്ണൻ ഉറക്കമുണർന്നിരുന്നില്ല. എന്താ സൂരജ്? സേതുമാധവൻ കോളെടുത്തു. ഒന്നുമില്ല അങ്കിൾ, മനീഷയുടെ അമ്മൂമ്മയുടെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. പ്രിയദർശിനി ചേച്ചിയെ പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോൾ വീട്ടിലുണ്ട്, റെസ്റ്റ് എടുക്കുക. ഗോപികൃഷ്ണൻ അങ്കിൾ വിളിച്ചിരുന്നു. നെയ്യാറ്റിൻകരയ്ക്ക് തിരിച്ചു പോവാം. വേറൊരു ദിവസം അമ്പലപ്പുഴയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, എന്നോടും അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ അമ്മ ഒരു നാട്ടിൻപുറത്തുകാരിയാണ് അങ്കിളെ. അവരമ്മയെ കാണാനൊന്നും വരുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു മടി. അയ്യോ, എന്നെ കാണാൻ ആരെയും വിടില്ലേ എന്ന് പലതവണ എന്നോട് പറഞ്ഞു. അത് സ്വാഭാവികമാണ്. പരിചയമില്ലാത്തവരെ കാണാൻ ഷൈനസ് കാണും. അതുകൊണ്ട് ഉടനെ അവർ വരണ്ട എന്ന് അങ്കിൾ പറയണേ. പിന്നെ എപ്പോഴെങ്കിലും കാണാമല്ലോ.
സൂരജ് പറഞ്ഞു. അത് ഞാൻ മാനേജ് ചെയ്തോളാം. സൂരജ് പേടിക്കണ്ട. ദേവികയ്ക്കായിരുന്നു നിർബന്ധം. ഇനി ഉടനെ എങ്ങും അവർ ആ വഴിക്ക് വരാൻ സാധ്യതയില്ല. മനീഷ കോളേജിൽ പോയി തുടങ്ങിയോ? സൂരജ് തിരക്കി. തിങ്കളാഴ്ച മുതൽ പോകുമെന്നാണ് പറഞ്ഞത്. ഞായറാഴ്ച അവർ അവളെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കും. ശരിയെങ്കിലേ, ഞാൻ പിന്നെ വിളിക്കാം. സേതുമാധവൻ കോള് കട്ട് ചെയ്തു. അപ്പോഴാണ് ഗോപികൃഷ്ണൻ എഴുന്നേറ്റ് വന്നത്. ആരാ സേതു വിളിച്ചത്? സൂരജ്. പ്രിയദർശിനി അമ്മൂമ്മയുടെ വിവരം അറിയാൻ വിളിച്ചതാ. മനീഷയുടെ അമ്മൂമ്മ സൂരജിനും അമ്മൂമ്മയായോ? ചിരിച്ചുകൊണ്ട് ഗോപികൃഷ്ണൻ ചോദിച്ചു. മനീഷയ്ക്ക് ആങ്ങളയില്ലല്ലോ. ഇരിക്കട്ടെ, അവൾക്കൊരു ബ്രദർ. കണ്ടാലും അവരാങ്ങളെയും പെങ്ങളുമാണെന്നേ തോന്നും. ഗോപികൃഷ്ണൻ ഒരു നിമിഷം ചിന്തയിലാണ്ടു. സൂരജിനെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ദേവികയ്ക്ക് ആഗ്രഹമുണ്ട്. അതിനവൾ ഒരു പ്ലാനും പറഞ്ഞു. മനസ്സിലായി. ആ പ്ലാൻ നടക്കുമെന്ന് തോന്നുന്നില്ല. ഗാഥ എന്ന കുട്ടിയായി അവൻ അടുപ്പത്തിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സേതുമാധവൻ പറഞ്ഞു. ഗാഥയെ അറിയോ സേതു? അവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ MBBS കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. തീരാറായി. അവളുടെ അമ്മ എൻ്റെ ക്ലാസ്മേറ്റാണ്. സുരഭിയെക്കുറിച്ച് ചെറിയൊരു വിവരണം അയാൾ ഗോപികൃഷ്ണന് കൊടുത്തു. എങ്കിലത് നടക്കട്ടെ. നല്ല കാര്യം. ഞാൻ രാവിലെ നെയ്യാറ്റിൻകരയ്ക്ക് പോകും, ഗോപികൃഷ്ണൻ പറഞ്ഞു. അമ്പലപ്പുഴയ്ക്ക് ഉടനെ എങ്ങാനും പോകുന്നുണ്ടോ? സേതുമാധവൻ ചോദിച്ചു. തീരുമാനിച്ചില്ല. ദേവികയോട് ചോദിക്കണം. എന്നോടൊന്ന് പറയണേ, പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ. എന്താ? സേതുവും വരുന്നുണ്ടോ? അതൊക്കെ പറയാം. ഗോപികൃഷ്ണൻ അപ്പോൾ തന്നെ നെയ്യാറ്റിൻകരയ്ക്ക് പോയി. സുരഭിയെക്കുറിച്ച് അയാളോട് പറഞ്ഞത് നന്നായി എന്ന് സേതുമാധവന് തോന്നി. എന്നായാലും അറിയേണ്ടതാണല്ലോ അവളെ. രാവിലെ 7 മണിയായപ്പോൾ ഗാഥയും ധന്യയും രോഷ്നിയും മെഡിക്കൽ കോളേജിലേക്ക് പോയി. അതിനു മുമ്പേ മായ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. മായ ചേച്ചി വന്നത് പ്രശ്നമാകുമെന്ന് തോന്നുന്നു. കഴിക്കുന്നതിനിടയിൽ ധന്യ പറഞ്ഞു. അതെന്താ? പേടിച്ചു പോയ മായ ചോദിച്ചു. പുതിയ ഡ്രസ്സ് മേടിക്കേണ്ടി വന്നേക്കും. അളവുകൾ കൂടുന്നുണ്ടോയെന്നൊരു സംശയം. വണ്ണം വെക്കുന്നുണ്ട്. ധന്യ പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു. പുതിയ ഡ്രസ്സ് മേടിച്ചോളൂ, എന്നാലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോകട്ടെ, രോഷ്നി പറഞ്ഞു. ഗാഥയ്ക്കും കൂട്ടുകാരികൾക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ സഹായിച്ചും തൻ്റെ ട്രാൻസ്ഫർ എന്ന് സുരഭിക്ക് തോന്നി. ജീവിതത്തിലേക്ക് കൂടുതൽ സന്തോഷം കടന്നു വന്നിരിക്കുന്നു. 9 മണിയായപ്പോൾ സുരഭിക്ക് ഉച്ചഭക്ഷണത്തിലുള്ള ടിഫിൻ ബോക്സ് തയ്യാറാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴേക്കും സുരഭി ഓഫീസിൽ പോകാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഉള്ളൂരിൽ നിന്ന് മ്യൂസിയം വരെ പോകാൻ അരമണിക്കൂർ മതി. പക്ഷേ 10 മണിക്ക് മുമ്പ് ഓഫീസിൽ ചെല്ലുന്നതായിരുന്നു അവൾക്കിഷ്ടം. ടിഫിൻ ബോക്സും വെള്ളവും എടുത്ത് സുരഭി ബാഗിൽ വെച്ചു. ചേച്ചി, എനിക്കിപ്പോൾ ഒരു സംശയം, മായ സങ്കോചത്തോടെ പറഞ്ഞു. എന്താണ്? എനിക്കും വണ്ണം കൂടുന്നുണ്ടോയെന്ന്. കൗതുകത്തോടെ സുരഭി അവളെ ഒന്ന് നോക്കി. അവളൊന്ന് നാണിച്ചു. രാവിലെ തന്നെ ജോലികളൊക്കെ തീരുമല്ലോ. പിന്നെ ചേച്ചി ഓഫീസിൽ വരുന്നതുവരെ ഞാൻ TVയും കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുകയല്ലേ, അവൾ പറഞ്ഞു. സാരമില്ല, ഞാൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് 2 പേർക്കും കൂടി കുറച്ചു നേരം നടക്കാൻ പോകാം, സുരഭി പറഞ്ഞു. നടക്കാൻ പോയില്ലെങ്കിലും ചേച്ചിക്ക് വണ്ണം കൂടുന്നില്ലല്ലോ, ഇപ്പോഴും സുന്ദരിയല്ലേ. പോടി അവിടുന്ന്. മായയുടെ കവിളിൽ കളിയായി ഒന്ന് തോണ്ടിയിട്ട് സുരഭി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഉടൻ തന്നെ മായ വാതിലടച്ച് ഉള്ളിൽ നിന്നും പൂട്ടി. ലിഫ്റ്റ് മുകളിലായിരുന്നു. അത് വന്നപ്പോൾ സുരഭി അതിൽ കയറി. 2-3 സ്ത്രീകളുണ്ടായിരുന്നു ലിഫ്റ്റിൽ. മുഖപരിചയമായ ചിലർ അവളെ നോക്കി ചിരിച്ചു. അവൾ പതിവ് പോലെ 10 മണിക്ക് മുമ്പ് തന്നെ ഓഫീസിലെത്തി. അത് കഴിഞ്ഞാണ് ലതികാകുമാരി വന്നത്. ഗുഡ് മോർണിംഗ് സുരഭി. ഗുഡ് മോർണിംഗ് മാം. എന്നും സുരഭി എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് കേട്ടോ, പുഞ്ചിരിയോടെ ലതികാകുമാരി പറഞ്ഞു. ഞാനോ? എങ്ങനെ? ആശ്ചര്യത്തോടെ സുരഭി അവരെ നോക്കി. സാധാരണ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കയ്യിൽ കിട്ടുന്ന സാരിയോ ചുരിദാറോ അണിഞ്ഞാണ് ഞാൻ വരാറുണ്ടായിരുന്നത്. പലപ്പോഴും സാരിക്ക് മാച്ച് ചെയ്യുന്ന ബ്ലൗസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ടോപ്പിന് ചേരാത്ത ഷാളായിരിക്കും. പക്ഷെ ഓരോ ദിവസവും സുരഭി വരുന്നത് അതിമനോഹരമായി ഡ്രസ്സ് ചെയ്തിട്ടാണ്. അവൾ അല്പം ഒരു ലജ്ജയോടെ ചിരിച്ചു. പക്ഷെ സുരഭി വന്ന ശേഷം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഞാൻ അല്പം ശ്രദ്ധിക്കാറുണ്ട്. ഒരിക്കൽ മാത്രം ഉപയോഗിച്ച ധാരാളം സാരികൾ എൻ്റെ വാർഡ്രോബിലുണ്ട്. അവയെല്ലാം അയൺ ചെയ്ത് തരാൻ പാർവതിയെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹൗസ് മെയ്ഡാണേ പാർവതി. മെലിഞ്ഞ് നല്ല ഉയരമുള്ള ശരീരമായതുകൊണ്ട് മാഡത്തിന് സാരി നല്ലപോലെ ഇണങ്ങും. സാരി മാത്രമല്ല, ഏത് വേഷവും, സുരഭി പറഞ്ഞു. സ്ത്രീകൾ കഴിയുന്നത്ര സുന്ദരികളായി നടക്കണം,
പക്ഷേ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലേ അതിലൊക്കെ ഒരു ശ്രദ്ധ വരും. ലതികാകുമാരി പറഞ്ഞു. നമ്മൾ ഭംഗിയായി വേഷം ധരിച്ച അപ്രീസിയേഷൻ താനേ വരും മാഡം. അത് ശരിയാ. സുരഭിക്ക് അത്ര പരിചയമില്ലാത്ത ജോലിയായിരുന്നു ആ ഓഫീസിൽ നടന്നിരുന്നത്. പക്ഷേ ലതാകുമാരി സഹായിച്ചതുകൊണ്ട് അവൾക്കൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഉച്ചയ്ക്ക് ലതികാകുമാരിയും സുരഭിയും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ഉച്ചയ്ക്ക് മാത്രമേ ഞാൻ ചോറ് കഴിക്കാറുള്ളൂ. രാത്രിയിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് മാത്രം. അന്ന് കഴിക്കാനിരുന്നപ്പോൾ ലതികാകുമാരി പറഞ്ഞു, ഞാനും അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഈ സൗന്ദര്യത്തിൻ്റെ പിന്നിലെ രഹസ്യം. ലതികാകുമാരി പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചതേ ഉള്ളൂ. ഹസ്ബൻഡ് മരിച്ച ശേഷം സുരഭിക്ക് പ്രപ്പോസലുകൾ വന്നിട്ടില്ലേ? ലതികാകുമാരി ചോദിച്ചു. ഉണ്ട്. എന്നിട്ടെന്താ വേണ്ടാന്ന് വെച്ച്? താല്പര്യം തോന്നില്ല. അത് മണ്ടത്തരാണെന്നേ ഞാൻ പറയും. സ്ത്രീയായാലും പുരുഷനായാലും ജീവിതത്തിലൊരു കൂട്ട് വേണം. മാനസികമായും ശാരീരികമായും സെക്കൻഡ് മാരേജ് ഒരു തെറ്റൊന്നുമല്ല, ആവശ്യം തന്നെയാണ്. അതെനിക്കറിയാം മാഡം. നമുക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു പ്രപ്പോസൽ വന്നല്ലേ? സുരഭി പറഞ്ഞു. യെസ്, സുരഭി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനിയായാലും നല്ലൊരു പ്രപ്പോസൽ വന്നാൽ തള്ളിക്കളയരുത്. കുറേ കഴിയുമ്പോൾ മകൾ കല്യാണം കഴിഞ്ഞ് പോകും. സുരഭി ഒറ്റയ്ക്കാവും. അന്നേരം ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിച്ചാൽ പ്രയോജനം ഉണ്ടാവണമെന്നില്ല. തല കുലുക്കിയതല്ലാതെ സുരഭിയൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം സേതുവായി വന്ന് ലതികാകുമാരി മാഡത്തിനൊന്ന് ഞെട്ടിക്കണം. അന്ന് രാത്രിയിൽ ലതികാകുമാരിയെക്കുറിച്ച് അവൾ ഗാഥയോട് പറഞ്ഞു. അവർ ആരെയോ അമ്മയ്ക്ക് വേണ്ടി മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അമ്മയുടെ മനസ്സറിയാൻ ഗാഥ സംശയിച്ചു. ഏയ്, അതൊന്നും ആവില്ല. അവരൊരു പാവം സ്ത്രീയാണ്. അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ പറഞ്ഞതേ ഉള്ളൂ. ഒരു ദിവസം സേതു അങ്കിളിനെ ആ മാഡത്തിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. എന്തിന്? എൻ്റെ വുഡ് ബി ആണെന്ന് പറയണം. അവർ ഞെട്ടട്ടെ. പോടി. സുരഭി അവളെ അടിക്കാനായി കയ്യോങ്ങി. അവൾ മാറിക്കളഞ്ഞു. അമ്മേ, നമുക്ക് അടുത്ത സൺഡേ സേതു അങ്കിളിനെ ലഞ്ചിന് വിളിച്ചാലോ? അങ്കിളിനും സന്തോഷമായിരിക്കും. ഗാഥ പറഞ്ഞു. സന്തോഷമായിരിക്കും. പക്ഷെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ മോളെ ഇവിടെ താമസിക്കുന്നത്. സുരഭി പറഞ്ഞു. അമ്മ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. ധന്യയ്ക്കും രോഷ്ണിക്കും സേതു അങ്കിളിന് ഇഷ്ടമാണമ്മേ. അവരും നമ്മുടെ ഫാമിലി അല്ലേ? അതെ, പക്ഷേ നമ്മൾ 4-5 സ്ത്രീകൾ മാത്രമല്ലേ ഇവിടെ താമസം. അന്യപുരുഷൻ ഇവിടെ വരുന്നത് മറ്റു ഫ്ലാറ്റുകളിലെ താമസക്കാർ ശ്രദ്ധിച്ചാലോ? അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും? സുരഭി പറഞ്ഞത് കേട്ട് ഗാഥ പൊട്ടിച്ചിരിച്ചു. അമ്മ എന്തൊരു പാവാ. നമ്മുടെ നാട്ടിലാണെങ്കിൽ പരിചയമില്ലാത്ത ഒരു പുരുഷൻ വീട്ടിൽ വന്നാൽ 4 പാടൊന്നും കണ്ണുകൾ തുറച്ചു നോക്കും. ഇത് സിറ്റിയാണമ്മേ. അടുത്ത വീട്ടിൽ ആരാണ് താമസിക്കുന്നതെന്ന് പോലും ആരും ശ്രദ്ധിക്കുന്നില്ല. സേതു അങ്കിൾ നമ്മുടെ ഗസ്റ്റ്, അത്രയേ ഉള്ളൂ. അത് കേട്ടപ്പോൾ സുരഭിക്ക് കുറച്ച് ധൈര്യം വന്നു. എന്നാൽ നീ തന്നെ സേതുവിനെ വിളിച്ച് ചോദിക്ക് അടുത്ത സൺഡേ ഫ്രീ ആണോന്ന്. ആ ചുമതല സുരഭി അവളെ ഏൽപ്പിച്ചു. ഗാഥ ഉടൻ തന്നെ സേതുമാധവനെ വിളിച്ചു. എന്താ ഗാഥ മോളെ? സേതുമാധവൻ ഉടൻ കോളെടുത്തു. ഇവിടെ ഒരാൾക്ക് വലിയൊരാഗ്രഹം, അടുത്ത സൺഡേ അങ്കിളിനെ ലഞ്ചിന് ക്ഷണിക്കണമെന്ന്. നേരിട്ട് പറയാമെന്നാണോ? അതുകൊണ്ട് ഞാൻ തന്നെ. എടി, സുരഭി കണ്ണുരുട്ടി കാട്ടി. ആരാ? സുരഭിയാണോ? ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ഞാൻ പറയാതെ തന്നെ അങ്കിളിന് മനസ്സിലായി കാണുമല്ലോ. അങ്കിളിൻ്റെ കാര്യം പറയാനേ അമ്മയ്ക്ക് നേരമുള്ളൂ. ഒന്ന് വരണേ അങ്കിളെ, പാവല്ലേ? അരിശം ഭാവിച്ച് സുരഭി അവളെ ഒന്ന് നുള്ളി. വരാം, തീർച്ചയായും വരാം. അമ്മയ്ക്ക് വേണ്ടി താങ്ക്സ്. ശരി മോളെ. സുരഭി കൂടുതൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഗാഥ കോള് കട്ട് ചെയ്തു. എന്താണ് മോളെ നീ സേതുവിനോട് പറഞ്ഞത്? സേതു എന്ത് വിചാരിക്കും? പരിഭവ സ്വരത്തിൽ സുരഭി പറഞ്ഞു. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ സേതു അങ്കിളിന് അറിയാം അമ്മയുടെ മനസ്സ്. ഇൻറ്റേൺഷിപ്പ് കഴിയട്ടെ, നിങ്ങളെ രണ്ടുപേരെയും പിടിച്ചു കെട്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. ഞങ്ങളോ? ധന്യയും രോഷ്ണിയും ഞാനും, പിന്നെ സൂരജ് ഉണ്ടാവും. പെണ്ണേ. സുരഭിക്ക് നാണം വന്നു. പിന്നത്തെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 11 മണി കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റിലേക്ക് സേതുമാധവൻ വന്നു. ഒരു കൂട നിറയെ പലതരം ഫലങ്ങളുമായിട്ടാണ് അയാൾ വന്നത്. അടുക്കളയിൽ മായ തിരക്കിലായിരുന്നു. ലോഹ്യങ്ങൾ കൈമാറിയ ശേഷം ധന്യയും രോഷ്ണിയും അവരവരുടെ മുറികളിലേക്ക് പോയി. ലിവിങ് ഏരിയയിൽ സുരഭിയും ഗാഥയും സേതുമാധവനും മാത്രം. സൂരജിൻ്റെ അമ്മയെ കാണാൻ ഗോപികൃഷ്ണനും ദേവികയും അമ്പലപ്പുഴയ്ക്ക് പോകാനിരുന്നതാ. പക്ഷേ അമ്മയ്ക്ക് താല്പര്യക്കുറവാണെന്ന് സൂരജ് എന്നോട് പറഞ്ഞു. സംസാരത്തിനിടയിൽ സേതുമാധവൻ പറഞ്ഞു. അതെന്താ? സുരഭി ചോദിച്ചു. അറിയില്ല, നാട്ടിൻപുറത്തുകാരിയല്ലേ. സൂരജിൻ്റെ അമ്മ കുടുംബശ്രീയുടെ ഭാരവാഹിയാണ്.
ധാരാളം ആളുകളായിട്ട് ദിവസം ഇടപെടുന്നവർ. എന്നാലും പേര് പോലെ തന്നെ സുശീലയാണ് എന്നും കളിയായി സൂരജ് ഇടയ്ക്ക് പറയാറുണ്ട്. ഗാഥ പറഞ്ഞു. സുശീലയോ? സേതുമാധവൻ ചോദിച്ചു. അതെ, സൂരജിൻ്റെ അമ്മയുടെ പേര് സുശീല എന്നാണ്, സുശീലാദേവി. ഗാഥയുടെ മുഖത്തേക്ക് സേതുമാധവൻ കണ്ണുകളമ വയ്ക്കാതെ നോക്കി നിന്നു. അധ്യായം 12. സേതുമാധവൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ പോലെ ഒരു ചിന്ത പാഞ്ഞുപോയി. ഗോപികൃഷ്ണൻ്റെ കൂട്ടുകാരിയുടെ പേര് സുശീല ദേവി എന്നായിരുന്നില്ലേ? അമ്പലപ്പുഴയല്ലേ അവർ താമസിക്കുന്നത്? അയാൾ ആകാംക്ഷയോടെ തിരക്കി. അതെ, അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലാണെന്നാണ് പറഞ്ഞത്. സേതുമാധവന് ഓർമ്മ വന്നു. ഗോപിയുടെ സുശീലാദേവിയെ അയാളുടെ ബന്ധുവായ ലളിത കണ്ടതും അമ്പലപ്പുഴ അമ്പലത്തിൽ വെച്ചാണ്. എന്താ അങ്കിളെ? സേതുവിൻ്റെ മുഖത്ത് ചിന്താഭാവം കണ്ട് ഗാഥ ചോദിച്ചു. ഒന്നുമില്ല, സൂരജിന് അമ്മ മാത്രമല്ലേ ഉള്ളൂ? അതെ, അച്ഛനില്ല. സൂരജിന് അച്ഛനെ കണ്ട ഓർമ്മയില്ല, അതിനു മുമ്പേ മരിച്ചുപോയി, ഗാഥ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അതെനിക്കറിയില്ലായിരുന്നു. അച്ഛൻ്റെ കാര്യം മുമ്പൊരിക്കൽ സൂരജ് പറഞ്ഞത് അപ്പോഴാണ് സേതുമാധവന് ഓർമ്മ വന്നത്. അപ്പോൾ ലളിത കണ്ടത് വേറെ ഏതോ സുശീലാദേവിയാണ്, പാലക്കാട്ടുകാരിയായ സുശീലയെ. ഗാഥയുടെ മനസ്സറിയാൻ പറ്റിയ ഒരു അവസരമാണ് അതെന്ന് സേതുമാധവന് തോന്നി. രസമുള്ളൊരു സംഭവം ഉണ്ടായി. ചെറിയ ചിരിയോടെ അയാൾ പറഞ്ഞു. എന്താണ്? കൗതുകത്തോടെ സുരഭി ചോദിച്ചു. സൂരജിന് ഒരു കല്യാണാലോചന. പെട്ടെന്ന് ഗാഥയുടെ മുഖം വാടിയത് അയാൾ കണ്ടു. ആരാണ് കുട്ടി? സേതുവിന് പരിചയമുള്ള ആളാണോ? സുരഭി ചോദിച്ചു. എനിക്കറിയാം, എൻ്റെയും ദേവികയുടെയും ബന്ധത്തിലുള്ള കുട്ടിയാണ്. മെഡിസിന് പഠിക്കുന്നു. ദേവിക ഇക്കാര്യം ഗോപിയോട് പറഞ്ഞതാണ്. സൂരജിന് ഇഷ്ടമുള്ള കുട്ടിയെ അവൻ കല്യാണം കഴിക്കട്ടെ, അതാണല്ലോ വേണ്ടത്, സുരഭി പറഞ്ഞു. അങ്കിൾ ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാമേ. ഗാഥ എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് പോയി വാതിലടച്ചു. സുരഭിയും സേതുമാധവനും പരസ്പരം ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം രണ്ടുപേർക്കും മനസ്സിലായി. ഗാഥയും സൂരജും തമ്മിൽ അടുപ്പത്തിലാണെന്ന് സുരഭിക്ക് തോന്നുന്നുണ്ടോ? അയാൾ ചോദിച്ചു. സേതു ഉദ്ദേശിച്ച തരത്തിലുള്ള അടുപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവൾക്ക് അവനെ വലിയ ഇഷ്ടമാണ്. തിരിച്ചും ആ ഇഷ്ടമുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്, സുരഭി പറഞ്ഞു. പരസ്പരം പറയാതെയും രണ്ടുപേർക്കും സ്നേഹിക്കാൻ പറ്റുമല്ലോ. അതിലൊരാൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ മറ്റേയാളിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാവൂ. സൂരജിന് ഒരു പ്രപ്പോസൽ വന്നു എന്നറിഞ്ഞപ്പോൾ ഗാഥയ്ക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. അതാണ് മോൾ എഴുന്നേറ്റ് പോയത്, സേതുമാധവൻ പറഞ്ഞു. എനിക്കും അത് മനസ്സിലായി. നമ്മളെന്ന് പറയാനാണ്? അവർ സംസാരിച്ച് തീരുമാനിക്കട്ടെ. നമ്മൾ ഇതിലിടപെടേണ്ട കാര്യമില്ല. എങ്കിലും ആ പ്രപ്പോസൽ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അതവിടെ നിൽക്കും. എങ്ങനെ? സുരഭി ചോദിച്ചു. ഗാഥമോളും സൂരജും വളരെ ക്ലോസ് ആണെന്ന് സൂചന ഞാൻ ഗോപികൃഷ്ണന് കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവികയെ ഗോപി സമ്മതിക്കില്ല, സേതുമാധവൻ പറഞ്ഞു. വരട്ടെ, സമയമുണ്ടല്ലോ. ഞാനെന്തായാലും മോളുമായി ഇക്കാര്യമൊന്ന് സംസാരിക്കാം. കുട്ടികളുടെ മനസ്സിലുള്ളത് നമ്മൾ അറിയണമല്ലോ. അതെ, അല്ലെങ്കിൽ പിന്നെ അതൊരു സങ്കടമായിട്ട് മാറും. ഉടൻ തന്നെ ഗാഥ തിരിച്ചു വന്നു. അവൾ മുഖം കഴുകി തുടച്ചിട്ടാണ് വന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. കണ്ണുകളിലെ ചുവപ്പ് ബാക്കി നിന്നിരുന്നു. വന്ന ശേഷം പിന്നെ ഹരിപ്പാട്ട് വീട്ടിലേക്ക് പോയില്ല അല്ലേ? സേതുമാധവൻ വിഷയം മാറ്റി. പോയില്ല, ഒന്ന് പോകണമെന്നുണ്ട്. വീട് അവിടെ തന്നെ ഉണ്ടോ എന്ന് അറിയണമല്ലോ, തമാശ മട്ടിൽ സുരഭി പറഞ്ഞു. അതെ, വീട് വരെ ഇളക്കിക്കൊണ്ടുപോയി വിൽക്കുന്ന വീരന്മാരുണ്ട് ഹരിപ്പാട്ട്. ബന്ധുക്കളാണേ, വേറെ ആരുമില്ല. ഗാഥയും തമാശയിൽ പങ്കുചേർന്നു. പിന്നെ സംസാരത്തിനിടയിൽ സൂരജിൻ്റെ കാര്യം വരാതിരിക്കാൻ സേതുമാധവനും ഗാഥയും വളരെ ശ്രദ്ധിച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാണ് സേതുമാധവൻ പോയത്. ഒരു ദിവസം നമുക്കെല്ലാവർക്കും കൂടി പുറത്തെവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കണം, പോകും മുമ്പ് അയാൾ പറഞ്ഞു. ഒരു ദിവസം എന്നല്ല പറയേണ്ടത്, ആഴ്ചയിൽ ഒരു ദിവസം എന്നാണ്, ഗാഥ തിരുത്തി. ഞാനടി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ച് മടുത്തു. അയാളുടെ വാക്കുകളിൽ ഒരു ഏകാഗിയുടെ വിരസതയുണ്ടായിരുന്നു. സേതുമാധവൻ യാത്ര പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ സുരഭിയും ഗാഥയും അവരുടെ മുറിയിലേക്ക് ചെന്നു. മോളെ, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, സുരഭി പറഞ്ഞു. എന്താണമ്മേ? ബെഡിലെ അവർ അഭിമുഖമായിരുന്നു. സൂരജ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് കല്യാണത്തെക്കുറിച്ച്, നിന്നെ ഇഷ്ടമാണെന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ടോ? അറിയാതെ ഗാഥയുടെ മുഖം ചുവന്നു. അങ്ങനൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നിനക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അമ്മേ. സുരഭി അവളുടെ കൈയെടുത്ത് പിടിച്ചു.
സൂരജിനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഞാനല്ല, സേതു സംസാരിക്കും. വേണ്ടമ്മേ. നോ എന്നാണ് സൂരജിൻ്റെ ആൻസറെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും അത് വിഷമാവും. അതോടെ ആ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചെന്ന് വരും. താല്പര്യമില്ലെന്ന് സൂരജ് പറഞ്ഞാലല്ലേ? പറയുമെന്ന് എനിക്ക് തോന്നില്ല, സുരഭി പ്രതീക്ഷയോട് പറഞ്ഞു. അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. തന്നെയല്ല, കുടുംബപരമായ അത്ര നല്ല നിലയിലുമല്ല എന്നൊരു തോന്നൽ സൂരജിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതൊക്കെ നിൻ്റെ സംശയമല്ലേ? സൂരജ് ഒരു PG ഡോക്ടറല്ലേ? ബാക്കി എന്ത് ഇല്ലായ്മകളുണ്ടെങ്കിലും അത് മാത്രം മതിയല്ലോ ബാക്കിയെല്ലാം നിർത്താൻ. കാണാനും നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരനല്ലേ? എല്ലാ പരീക്ഷകളിലും ഉന്നതമായ നിലയ്ക്ക് ജയിച്ചവൻ, സുരഭി പറഞ്ഞു. എന്നാൽ അങ്ങോട്ട് ചോദിച്ച് നാണം കരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സൂരജ് അത് എന്നോട് തന്നെ പറയട്ടെ. വേറെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടെന്ന് സേതു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ. മനസ്സിലായി. വേണ്ടമ്മേ, ചോദിക്കണ്ട. ചില ആഗ്രഹങ്ങൾ അങ്ങനെ അതിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ. നമ്മളായിട്ട് പാത വിരിച്ച് കൊടുക്കുകയൊന്നും വേണ്ട, ഗാഥ പറഞ്ഞു. സുരഭി അവളുടെ മുഖത്തേക്ക് നോക്കി. സേതുവിൻ്റെ കാര്യത്തിൽ ഞാനും അങ്ങനെ വിചാരിച്ചാൽ മതിയല്ലോ, സുരഭി ചോദിച്ചു. അയ്യോ അല്ല, സൂരജും ഞാനും പോലെയല്ല സേതു അങ്കിളും അമ്മയും. പണ്ടേ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരാണ്. വിധിയാണ് നിങ്ങളെ വേർപെടുത്തിയത്. ആ വിധി തന്നെ വീണ്ടും രണ്ടുപേരെയും കൂട്ടിമുട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി പിരിയാൻ പാടില്ല, ഗാഥ പറഞ്ഞു. സുരഭി അറിയാതെ ഒന്ന് നെടുവീർപ്പെട്ടു. എനിക്കിനി ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല മോളെ. ആയുസിൻ്റെ പകുതിയും ജീവിച്ച് തീർന്നോളാം ഞാൻ. അതുപോലെ അല്ലല്ലോ നീ. ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കണം നീ. അതിനുള്ള അവകാശം നിനക്കുണ്ട്. സൂരജിനോട് സംസാരിക്കുക തന്നെ വേണം. ഉള്ളിലുള്ള ആഗ്രഹം അവൻ പറയാതെ പോയാൽ അതൊരു ട്രാജഡി ആവില്ലേ? സുരഭി ചോദിച്ചതിന് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. മകളെ ചേർത്ത് പിടിച്ച് ആ അമ്മ ഏറെ നേരെ ഇരുന്നു. സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു. വിജയലക്ഷ്മിയും ജയശ്രീയും TV-യുടെ മുന്നിലിരുന്ന് സീരിയലുകൾ ഓരോന്നായി കാണുകയായിരുന്നു. ശീതൾ അവളുടെ മുറിയിൽ. രാഹുൽ അപ്പോഴും വീട്ടിലെത്തിയിരുന്നില്ല. കണ്ടുകൊണ്ടിരുന്ന ഒരു സീരിയലിൻ്റെ രംഗം തീർന്നപ്പോഴാണ് വിജയലക്ഷ്മിയുടെ മനസ്സിലേക്ക് ആ ആശയം കയറി വന്നത്. നമുക്കും ഒരു കൈ നോക്കാടി ജയ, പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു. എന്ത് കൈ? അവർ പറഞ്ഞത് അനുജിത്തിക്ക് മനസ്സിലായില്ല. അവളും മോളും നമ്മളെ തോൽപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് രക്ഷപ്പെട്ടില്ലേ? തൽക്കാലം തോറ്റെങ്കിലും നമുക്കൊന്ന് ജയിക്കണ്ടേ? സുരഭിയുടെയും കാതയുടെയും കാര്യമാണ് ചേച്ചി പറയുന്നതെന്ന് ജയശ്രീക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? ഗേറ്റ് ചാടിക്കിടന്ന് വാതിൽ തല്ലിപ്പൊളിച്ച് ആ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുമോ? പോലീസ് അറിഞ്ഞ സംഭവമാണ്. അടുത്ത സെക്കൻഡിൽ അവർ വന്ന് വണ്ടിയെ കയറ്റിക്കൊണ്ടു പോകും. ചേച്ചി എന്ത് മണ്ടത്തരാ പറഞ്ഞതെന്ന മട്ടിൽ അവൾ വിജയലക്ഷ്മിയെ നോക്കി. വീട്ടിൽ കയറി താമസിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. നീ തോക്കിക്കയറി വെടിവെക്കാതെ. വിജയലക്ഷ്മിക്ക് അരിശം വന്നെങ്കിലും അവർ അതടക്കി. പിന്നെന്താണ് ചേച്ചി ഉദ്ദേശിച്ചത്? എടി ജയേ, നമ്മൾ ഓരോ ദിവസം എത്ര സീരിയലുകളാണ് കാണുന്നത്. അത് കണ്ട് രസിച്ചാൽ മാത്രം പോരാ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ചേച്ചി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ജയശ്രീക്ക് തോന്നാതിരുന്നില്ല. ആളുകളെ തമ്മിൽ തല്ലിക്കാനും അവരെ ശത്രുക്കളാക്കാനുമുള്ള എത്ര സീരിയലുകളാണ്. നമ്മളത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ മതി, വിജയലക്ഷ്മി പറഞ്ഞു. നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ എന്ത് വഴിയാണ് ചേച്ചിക്ക് കിട്ടിയത്? നമ്മളിപ്പോൾ കണ്ട മാനത്തെ പൗർണമിയിൽ സുധീന്ദ്രൻ്റെ അമ്മ മംഗലംപറമ്പ് വീട്ടിൽ ചെന്ന് രാധികയുടെ കല്യാണം മുടക്കിയത് കണ്ടില്ലേ? എത്ര ഭംഗിയായിട്ടാണ് യശോധര അത് ചെയ്തത്. ജയശ്രീ അത് ഓർത്തു നോക്കി. ശരിയാണ്, യശോധര പറഞ്ഞതെല്ലാം രാധികയുടെ അമ്മ വിശ്വസിച്ചു. അത്ര തന്മയത്വത്തോടെയാണ് യശോധര നുണകൾ അഭിനയിച്ച് അവതരിപ്പിച്ചത്. നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ചേച്ചി പറയുന്നത്? അവൾ ചോദിച്ചു. ആ അമ്പലപ്പുഴക്കാരിയുടെ വീട്ടിൽ നമ്മളിതുപോലെ ചെല്ലണം. എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തിയുടെ മോളെ കല്യാണം കഴിക്കാൻ അവൾ മോന് സമ്മതം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണ്, ഗാഥയെ അവനുമായുള്ള കല്യാണം മുടക്കാൻ അതിന് സാധിച്ചേക്കും ചേച്ചി. നമ്മൾ പോയാൽ അത് സുരഭിയുടെ ചെവിയിലെത്തില്ലേ? നമ്മളാണ് ചെന്നതെന്ന് മനസ്സിലായാൽ അവൾ പാഞ്ഞു വരും. അവൾ വന്നില്ലെങ്കിൽ അവളുടെ മോള് വരും. വിളഞ്ഞ വിത്ത അവൾ. നമുക്കത് മനസ്സിലായ കാര്യമല്ലേ? ജയശ്രീ ഒന്ന് മടിച്ചു. അവളും തള്ളയും കൂടി പാഞ്ഞു വരട്ടെ, അതിനെന്താ? ആ കല്യാണം മുടക്കിയാൽ മതിയല്ലോ. വന്നാൽ തന്നെ ഈ ഗേറ്റിനുള്ളിൽ കയറ്റത്തില്ല. നമ്മൾ കുറച്ച് ധൈര്യം കാണിക്കേണ്ടി വരും.
എന്നാലും ആ പെണ്ണിൻ്റെ കല്യാണം മുടങ്ങണം. ആ ഡോക്ടർ പയ്യനെ അവൾക്ക് കിട്ടരുത്. ചേച്ചിക്ക് പോകാമോ അമ്പലപ്പുഴയ്ക്ക്? ജയശ്രീ ചോദിച്ചു. ഞാൻ പോകാം, എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടി പോകുന്നതാണ് നല്ലത്. അപ്പോൾ അവൾക്ക് കൂടുതൽ വിശ്വാസം വരും. ഞാനും വരാം, പക്ഷെ കാര്യങ്ങൾ സംസാരിക്കാൻ ചേച്ചിയാ മിടുക്കി. ജയശ്രീ പറഞ്ഞു. ഞാൻ സംസാരിച്ചോളാം, നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി. രാഹുലിനെ കൂടി കൊണ്ടുപോകണം, അവനല്ലേ വീടറിയൂ. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ രാത്രി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ, നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.